ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ മോൻ്റെ ബർത്ത്ഡേ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പം വലിയ ഫങ്ഷനും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ, ചെറുതായിട്ട് ഒന്ന് ബർത്ത്ഡേ കഴിക്കാമെന്ന് വിചാരിച്ച്. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും വ്ളോഗും കൂടി എടുക്കാമെന്ന് വിചാരിച്ചു. മാത്രമല്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറയുകയും ചെയ്തിനല്ല, ബർത്ത്ഡേ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിനല്ല ബർത്ത്ഡേ വ്ളോഗായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അപ്പം ഇന്നത്തെ വീഡിയോ മോൻ്റെ ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. അൽഹംദുലില്ലാഹ് മോന് 3 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് കേട്ടോ. എപ്പോഴും നമ്മുടെ മക്കൾ നമുക്ക് എപ്പോഴും ചെറിയ തന്നെയാണല്ലേ, 3 വയസ്സായാലും 4 വയസ്സായാലും. അപ്പോൾ അൽഹംദുലില്ലാഹ് മോനിക്ക് 3 വയസ്സായിട്ടുണ്ട് കേട്ടോ. അപ്പം അന്നത്തെ ഒരു ദിവസത്തെ ചെറിയൊരു വിശേഷമാണ് കേട്ടോ. അപ്പം ഇന്നെന്ന് വെച്ചാൽ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായത് 17-നാണ്. അപ്പം അന്നാണ് കേട്ടോ മുഹറം 10 സുന്നത്ത് നോമ്പ് ഉണ്ടായിന്. അപ്പം ഞാൻ വിചാരിച്ച ഏതായാലും നോമ്പ് തുറ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഞാൻ ഇക്കാൻ്റെ വീട്ടിലത്തെ അവരെ വിളിച്ചിട്ടുണ്ടായിന് കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള പരിപാടിയൊന്നും ഉണ്ടായിട്ടില്ല, ചെറിയൊരു ഫംഗ്ഷന്. ഇക്കാൻ്റെ വീട്ടിലത്തെ അവർ കുറച്ച് ആളുണ്ടല്ലോ, അപ്പം അവരെല്ലാവരെയും വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരെല്ലാം വിളിച്ചതാണ്. പിന്നെ വേറെ കാര്യമായിട്ട് ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. പിന്നെ എൻ്റെ വീട്ടിലെ സാധാ ഉമ്മയും ഏടത്തിയും അവർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. വേറെ ആരും പ്രത്യേകിച്ച് വിളിച്ചിട്ടൊന്നുമില്ല. കാര്യമായിട്ട് വിളിച്ചത് ഇക്കാൻ്റെ വീട്ടുകാരെ മാത്രമാണ് കേട്ടോ. വിളിക്കാനാണെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിന്, എൻ്റെ ഉമ്മാൻ്റെ ഫാമിലി ആണെങ്കിലും ഉപ്പാൻ്റെ ഫാമിലി ആണെങ്കിലും കുറേ ആൾക്കാരുണ്ട്. അപ്പം എപ്പോഴും വലിയ ഫംഗ്ഷനൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചാൽ അതെന്തായിട്ട് നടക്കുന്ന കാര്യമല്ല. മാത്രമല്ല 3 വയസ്സല്ലേ, അപ്പം ചെറുതായിട്ട് ഇക്കാൻ്റെ വീട്ടിൽ നിന്ന് അവരെ മാത്രം വിളിച്ചിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് ചെറിയൊരു മജ്ലിസിനൂറ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. അപ്പം നോമ്പ് ആയതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് നോമ്പ് തുറ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഞാൻ നോമ്പ് തുറക്കില്ല ചായൻ്റെ കടികളുണ്ടല്ലോ, അങ്ങനെ ഞാൻ ഇത്താത്താൻ കൂടിയിട്ട് രാവിലെ തന്നെ കടികളെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് 2-3 ഐറ്റം ഉണ്ടാക്കണം, അപ്പം പിന്നെ സമയം ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ ഇത്താത്താൻ കൂടി പെട്ടെന്ന് ഉണ്ടാക്കലാണ്. മാത്രമല്ല ഫുഡും കൂടി ഉണ്ടാക്കണം. അപ്പം ഉമ്മ പറഞ്ഞു ഫുഡ് ഞാൻ അടുത്ത പേർക്ക്, അതായത് ഉമ്മാൻ്റെ തറവാട്ടിൽ നിന്ന് ആക്കിക്കോളാം, നിങ്ങൾ ഇവിടുന്ന് കടികളെല്ലാം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ ഫുഡാക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഡ്യൂട്ടി കടി ഉണ്ടാക്കലാണ് കേട്ടോ, ബാക്കിയെല്ലാം ഉമ്മ നോക്കിക്കോളും. അപ്പം കടി ഏതായാലും 2-3 എണ്ണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി വെക്കലാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കൻ ഒന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. ബിരിയാണി വെക്കേണ്ട ചിക്കന്, ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചിക്കന് ഇതേപോലെ മാഗ്നേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആ ഡ്യൂട്ടി എനിക്ക് ഉണ്ടായിരുന്നു. ഉമ്മ പിന്നെ വേറെ പണിയെടുക്കുമ്പോൾ ഞാൻ ചിക്കൻ ഏതായാലും രാവിലെ തന്നെ ഒന്ന് പൊരിക്കി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അത് അവിടുന്ന് സെറ്റാക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, സാധാ ചിക്കൻ പൊരി എങ്ങനെയാണ് ഉണ്ടാക്കാമെന്നെല്ലാം. അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നുള്ളത്. അപ്പം മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കോൺഫ്ലവർ പൊടിയും എല്ലാം ഇട്ടിട്ട് ഞാനൊന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്നാൽ സംഭവം വീഡിയോ നല്ല ലെങ്തായി പോകും, കാരണം കുറച്ച് വിശേഷങ്ങളില്ലാണല്ലോ. അപ്പം എല്ലാ റെസിപ്പിയും ഞാൻ മുമ്പ് ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ് കടികളാണെങ്കിലും ഉണ്ടാക്കുന്നത്. അപ്പോൾ വീണ്ടും അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ നിന്നാൽ നിങ്ങൾക്കും ഒരു മടുപ്പ് തോന്നും. മാത്രമല്ല വീഡിയോ കുറച്ച് ലെങ്ത് ആവുകയും ചെയ്യും. അപ്പം ഞാൻ ഒന്നിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. മാത്രമല്ല ഡീറ്റെയിൽ വീഡിയോ എടുക്കാൻ നിന്നാൽ ടൈം അനുവദിക്കുകയും ചെയ്യില്ല, കാരണം നമുക്ക് കുറച്ച് സമയമില്ലും അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട്. അപ്പം ഞാൻ ഒന്നിൻ്റെയും ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടില്ല, ചെറുതായിട്ടുള്ള കുറച്ച് ഷോർട്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ അതാ ചിക്കൻ അത് ഞാൻ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം രാവിലെ തന്നെ ഒരു 10-11 മണിക്ക് തന്നെ എല്ലാം സെറ്റാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. എന്നാലേ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായിട്ട് റെഡി ആയിട്ട് വെക്കും. ഇനി ഇതാ ഞാൻ സവാളയെല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ആവശ്യത്തിനും സവാള വേണം, അപ്പം കുറച്ചധികം തന്നെ സവാള കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പം ഞാനത് മൊത്തത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് കുറച്ച് അതായിട്ട് കട്ട് ചെയ്തെടുക്കാമല്ലോ. പിന്നെ ഞാൻ വെളുത്തുള്ളി ഇഞ്ചി അതെല്ലാം ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മെപ്പോഴും എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുന്ന സമയത്ത്
ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളക് ഇതുപോലെ ചതച്ചിട്ട് ഇടുമ്പോൾ ആയിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് തോന്നുക. കാരണം നമ്മൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കുമ്പം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയെല്ലാം കടിക്കുന്ന സമയത്ത് വേറൊരു ടേസ്റ്റ് വന്നു. അതുകൊണ്ട് എപ്പോഴും ഞാൻ എന്ത് സ്നാക്ക് ഉണ്ടാക്കുന്ന സമയത്തും ഇതുപോലെ ചതച്ചിട്ടാണ് കേട്ടോ അത് ഇടൽ. അതിൻ്റെ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതിട്ടാൽ മതിയായിരുന്നു. പക്ഷേ എൻ്റെ അടുത്ത് പേസ്റ്റ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ ചതച്ചിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ചിക്കൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ എല്ലാം മൊത്തത്തിൽ ഫസ്റ്റ് തന്നെ എല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക, ആ ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പം ഞാൻ അതവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ചിക്കൻ റോളിൻ്റെ പരിപാടി ഏകദേശം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതാ ഞാൻ കായ്പോള ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കായ് മീൻസ് പഴം കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ വീഡിയോ ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം വെച്ചാൽ ഫുള്ളായിട്ട് വീഡിയോൻ്റെ ബേക്കിൽ പോകാൻ നിന്നാൽ പണിയൊന്നും നടക്കില്ല. കാരണം എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ വെച്ചാൽ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരാൾ തന്നെ നിർത്തിക്കണം. അതിന് വേണ്ടിയിട്ട് വീട്ടിലാരും ഇല്ല, എല്ലാവരും ഓരോരോ പണിയിലും കാര്യത്തിലെല്ലാം. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓരോരോ സമയത്ത് ഇതേപോലെ ഒന്ന് ഷൂട്ട് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കായെല്ലാം കട്ട് ചെയ്ത് നല്ല നെയ്യിൽ ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പഞ്ചസാരയെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഒരു 4-5 മുട്ട എടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പാൽപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ എല്ലാം റെസിപ്പി മുമ്പ് ചെയ്തിട്ടുണ്ട്, വേണമെന്നവർ എന്തായാലും പോയിട്ടൊന്ന് കണ്ടുനോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനതിലേക്ക് മിൽക്ക് പൗഡറും പഞ്ചസാരയും ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് പഴം ഇട്ടിട്ട് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഈ പോളകളെല്ലാം പെട്ടെന്ന് ഉണ്ടാക്കിയിട്ട് അവിടെ വെച്ചാൽ നമുക്ക് കുറേ പണികളെല്ലാം ഒഴിവാകും. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് തന്നെ പോളകളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാൻ 2-3 തരം പോള തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ സെറ്റാക്കി വെച്ചതാണ്. വയ്യ നമുക്ക് കഴിക്കാൻ ആവശ്യമാകുമ്പം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ പോളകളെല്ലാം നേരത്തെ ഉണ്ടാക്കി വെക്കുന്നുണ്ടോ. ഫസ്റ്റ് ടൈം അതാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഇതാ അത് ഞാനൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ വെജീസും അതുപോലെ തന്നെ എന്തെല്ലാം ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചാൽ അത് മൊത്തത്തിൽ ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നുണ്ടോ എന്നറിയില്ല, എല്ലാം ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൽ നിന്ന് ഓരോരോ സാധനം വേഗം എടുത്ത് അങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കായ്പോള ഒരു പാത്രത്തിലേക്ക് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാനിലേക്ക് ഒഴിച്ചിട്ട് അത് ഞാൻ സ്റ്റൗവിൽ വെക്കുന്നുണ്ട്. അപ്പം അതവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് ഞാൻ ക്യാരറ്റ് പോളയും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇനി ക്യാരറ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പം അതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത്താത്ത അപ്പുറത്തുനിന്ന് ഓരോരോ പണിയെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീഡിയോ എല്ലാം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നതാണ് സംഭവം. അങ്ങനെയെല്ലാം കേട്ടോ കാര്യങ്ങളെല്ലാം. പിന്നെ ഇത്താത്ത ആ സമയത്തേക്ക് ചിക്കൻ റോളിന് വേണ്ടിയിട്ടുള്ള മാവുണ്ടല്ലോ, മൈദൻ്റെ മാവ്, അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാന്ന് ചിക്കൻ റോളിൻ്റെ പരിപാടിക്ക് നിൽക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പം തന്നെ നമ്മുടെ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഉണ്ടല്ലോ, ക്യാരറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു ക്യാരറ്റ് പോളൻ്റെ നല്ല അടിപൊളി ക്യാരറ്റ് പോളയാണ്. അപ്പം അതിൻ്റെ റെസിപ്പി ഞാൻ ഈ അടുത്ത് തന്നെ ഒന്ന് ഷെയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കണം കേട്ടോ. അങ്ങനെ അത് അവിടെ മാറ്റി വെച്ചതിന് ശേഷം ചിക്കൻ റോളിൻ്റെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ചിക്കൻ റോളെല്ലാം ഇത്താത്ത മറ കൂടിയിട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ചിക്കൻ റോള് അവിടെ സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം അതിൻ്റെ പണി കഴിയാനായിട്ടുണ്ട്, ലാസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനിയെന്ന് വെച്ചാൽ എനിക്ക് കായ് നിറച്ചതുണ്ടല്ലോ അത് ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. ഇൻഷാ അല്ലാഹ് ഇനി ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി ചെയ്യാം കേട്ടോ. സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതൊരു വേറൊരു ദിവസം ചെയ്യാം കേട്ടോ. അതങ്ങനെ കായ് നിറച്ചത് അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി പോള ഉണ്ടാക്കണം, ഷവർമ്മ പോള. ഷവർമ്മ പോളയുടെ റെസിപ്പി ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ എല്ലാ റെസിപ്പിയും എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ക്യാബേജ് ക്യാരറ്റെല്ലാം ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സവാള കട്ട് ചെയ്തിരുന്നുണ്ട്, സവാളയും പച്ചമുളകും കൂടി കട്ട് ചെയ്തിരുന്നുണ്ട്. അങ്ങനെ അത് അവിടുന്ന് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അത് അവിടെ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോഴത്തേക്കിനെ ടൈമെല്ലാം ഒരുപാട് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എല്ലാം ഉണ്ടാക്കുകയാണ് നമ്മൾ. അപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. അതാണ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഷവർമ്മക്ക് പോളക്ക് വേണ്ടിയിട്ടുള്ള ഇത് ഇത്താത്താട് സെറ്റാക്കി തന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഷവർമ്മ പോളയും കൂടി ഉണ്ടാക്കണം. അപ്പോൾ ഏകദേശം കടികളെല്ലാം സെറ്റാക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞങ്ങൾക്കൊരു ഡ്രിങ്ക് ഉണ്ടാക്കണം. അപ്പം മഴയായതുകൊണ്ട്, നല്ല മഴക്കാലം ആയതുകൊണ്ട് നമ്മൾ ജ്യൂസൊന്നും വരുന്നവർക്ക് കൊടുത്താൽ ഒരു ശരിയല്ല. കാരണം വെച്ചാൽ ഈ സമയത്ത് ആരും ജ്യൂസൊന്നും കുടിക്കാൻ വേണ്ടി വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേറൊരു ഡ്രിങ്കാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. പാല് ഞാനൊരു പാത്രത്തിലേക്ക് ഒരു 4-5 പാക്കറ്റ് പാല് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വറുത്തിട്ടുള്ള സേമിയ ഉണ്ടല്ലോ, അത് ഞാൻ കുറച്ച് വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം നടത്തുന്നുണ്ട് കേട്ടോ. വീടെല്ലാം റൂമെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് കേട്ടോ മോൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ്. 2 ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതാണ് കേട്ടോ. അപ്പം ഇതാണ് കേട്ടോ, ഞാനിപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് മോൻ്റെ ബർത്ത്ഡേ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തന്നതാണ്. അപ്പം ഞാനിത് മുമ്പൊന്ന് ഇവന് യൂസാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ ചെറിയൊരു ഫോട്ടോഷൂട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ 2 ഡ്രസ്സും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ബർത്ത്ഡേൻ്റെ 2 ദിവസം മുമ്പ് ഞാൻ വീട്ടിലുണ്ടായിരുന്ന പാലക്കാടുണ്ടായിരുന്ന സമയത്ത്. അപ്പം ഞാൻ അങ്ങനെ വിട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാ മോന് ഇവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. ഓനെ റെഡിയാക്കിയിട്ടൊന്നുമില്ല. അങ്ങനെ ഇതാ സമയം ഏകദേശം വൈകുന്നേരം നോമ്പ് മുറിക്കാനെല്ലാം ആയിട്ടുണ്ട് കേട്ടോ. ബാങ്ക് കൊടുക്കാനെല്ലാം ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കിയതെല്ലാം ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഉണ്ടാക്കിയത് ഇതെല്ലാം ആയിരുന്നു. കായ്പോള, അതുപോലെ തന്നെ ഷവർമ്മ പോള, പിന്നെ നമ്മുടെ ചിക്കൻ റോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതാ ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് ഫുഡ് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. ബീഫ് ഫ്രൈ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ മസാലയും കൂടി ആക്കിയിട്ടുണ്ട്. ഇനി ഉമ്മക്ക് ചോറുണ്ടാക്കൽ മാത്രമേ പണിയുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നെയാണ്. പിന്നെ ഇതാ അതിൻ്റെ ഇടയ്ക്ക് ഏകദേശം നോമ്പ് ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ എല്ലാവരും കൂടിയിട്ട് സെറ്റാക്കലാണ് കേട്ടോ. എൻ്റെ അമ്മേൻ്റെ മോളെല്ലാം വന്നിട്ടുണ്ടായിന്, കാർന്നോര മോള്. അപ്പോൾ അവരെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് കേട്ടോ ഡ്രിങ്ക്. സോറി, ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഡ്രിങ്കിൻ്റെ വീഡിയോ ഞാൻ ഫുൾ ഇട്ടിട്ടില്ല കേട്ടോ. ഇൻഷാല്ല എന്തായിട്ടും ഡ്രിങ്കിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ല അടുത്ത് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ബാങ്ക് കൊടുത്തേരം ഇതാ എല്ലാവരും ഇരുന്ന് നോമ്പ് കുറിക്കുന്നുണ്ട്. അപ്പോൾ അൽഹംദുലില്ലാ അങ്ങനെ മോൻ്റെ ബർത്ത്ഡേൻ്റെ അന്ന് ദിവസത്തിലുള്ള നോമ്പ് മുറിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നോമ്പ് മുറിയെല്ലാം കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയം എല്ലാവരും നിസ്കാരം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് അവർക്ക് തിരിച്ചു പോകണമല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് അവർ തിരിച്ചു പോകുന്നതാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇത്താത്ത കേക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. കേക്ക് ശരിക്കും ഞാൻ മുറിക്കണം എന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ കുട്ടികളെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്താത്ത വാങ്ങിയതാണ് കേട്ടോ. അങ്ങനെ കേക്ക് എല്ലാം മുറിച്ച് എല്ലാവരും അങ്ങനെ കേക്കെല്ലാം തിന്നിട്ട് തിരിച്ച് പോയിട്ടുണ്ടായിന്. അപ്പം പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിട്ടില്ല കേട്ടോ. കാരണം അതിനൊന്നും ടൈം കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഇതെല്ലാം മോനിക്ക് കിട്ടിയ ഡ്രസ്സ്, എല്ലാവരും കൊടുത്ത ഗിഫ്റ്റെല്ലാം. അങ്ങനെ ഇതാ ബർത്ത്ഡേ ബോയിനെ ഞാൻ കാണിച്ചിട്ടേ ഇല്ല. കാരണം ഓൻ നല്ല ഉറക്കമായിരുന്നു കേട്ടോ. എല്ലാവരും വന്ന സമയത്ത് എല്ലാവരും പോയതിന് ശേഷമാണ് അവനെ ഉറങ്ങി എണീച്ചിട്ടുണ്ടായത്. അപ്പം പിന്നെ ഓനെ കാണിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ടൈമും കിട്ടിയിട്ടുണ്ടായിട്ടില്ല. അപ്പം ഇതെല്ലാം കേട്ടോ വിശേഷങ്ങൾ. അപ്പം ഇൻഷാല്ലാ ഞാൻ മോൻ്റെ ഫോട്ടോഷൂട്ട് ചെയ്ത ഫോട്ടോ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇഷ്ടമെങ്കിൽ എന്തായിട്ട് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ, സീ യു.